പാലക്കാട് യുവമോർച്ച നേതാവിന്റെ നേതൃത്വത്തിൽ ബിജെപി നേതാവിന്റെ വീട് ആക്രമിച്ചു. സംഭവത്തിൽ യുവമോർച്ച മണ്ഡലം ഭാരവാഹി പിടിയിലായി. മണലി സ്വദേശിയും യുവമോർച്ച മണ്ഡലം ഭാരവാഹിയുമായ രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, സംഭവിച്ചത് എന്താണ്? അപർണ, കഴിഞ്ഞ ജൂൺ 10-നാണ് സംഭവം. അതായത് ബിജെപിയുടെ മുൻ കൗൺസിലറും മണ്ഡലം ഭാരവാഹിയുമായ അച്യുതാനന്ദന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രാത്രി 11 മണിയോടുകൂടി ബൈക്കിലെത്തിയ സംഘം ബിയർ കുപ്പിയും മറ്റും വീടിന് നേരെ വലിച്ചെറിയും. കാറിന്റെ ഗ്ലാസും അതുപോലെ തന്നെ വീടിന്റെ ജനൽ ചില്ലുകളും തകരുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ബിജെപി പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളൊരു ആരോപണം അച്യുതാനന്ദൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണലി സ്വദേശിയും യുവമോർച്ച മണ്ഡലം ഭാരവാഹിയുമായ രാഹുലും അതുപോലെ തന്നെ സുഹൃത്തുക്കളായ അനുജിൽ, അജേഷ് കുമാർ, പീന പ്രസാദ്, മഞ്ഞല്ലൂർ സ്വദേശിയായ അജേഷ് ഇവരെല്ലാം തന്നെ യുവമോർച്ച പ്രവർത്തകരാണ്. ഇവരെല്ലാം തന്നെ പിടിയിൽ, ഇതിൽ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുണ്ട്. ഇവരെയാണ് ഇപ്പോൾ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ പ്രധാനമായും ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം, അതായത് അവിടുത്തെ കഴിഞ്ഞ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിന്റെ ഒരു ഫോട്ടോയുടെ താഴെ ഈ അച്യുതാനന്ദൻ ഒരു കമന്റ് ഇട്ടിരുന്നു. അതായത് പാർട്ടിയുടെ അധോഗതിക്ക് കാരണക്കാരനായവൻ എന്നതായിരുന്നു ആ കമന്റ്. ഇതേ തുടർന്ന് മറ്റൊരാൾ അതിന് താഴെ വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നീട് ആ കമന്റ്സ് എല്ലാം പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത്. സ്വാഭാവികമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ഈ അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രന്റെ അടുത്ത അനുയായി, അതായത് പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പ്രധാനമായും ഈ അച്യുതാനന്ദന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ശോഭാ സുരേന്ദ്രനും സി കൃഷ്ണകുമാറും രണ്ട് പക്ഷത്തിൽ നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഇപ്പൊ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പെല്ലാം വരാനിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ പേരും സി കൃഷ്ണകുമാറിന്റെ പേരും എല്ലാം സജീവമായി പരിഗണനയിൽ നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ മറ്റു നേതാക്കളോ ഇന്ന് സുരേന്ദ്രൻ സ്ഥലത്തെത്തിയെങ്കിലും സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചെങ്കിലും തനിക്ക് അറിയില്ല, അച്യുതാനന്ദൻ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തലയുരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ബിജെപി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഭാഗീയത രൂക്ഷമായിട്ടുണ്ട്. റൈറ്റ്, വിനേഷ് കുമാർ വിവരങ്ങൾ.